അവർക്ക് നിയമത്തിനൊന്നും ഒരു പേടിയില്ല, അവർക്ക് എന്തും ചെയ്യാന്നുള്ള ഒരു ധൈര്യം അവർക്ക്. അവർ ജീവിച്ചോട്ടെ മാന്യമായി, അതല്ലെങ്കിൽ നടക്കത്തില്ല, പൊതുജനം അംഗീകരിക്കത്തില്ല. നമ്മളെ വിരട്ടി കാശ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്ന രീതിയിൽ അതിപ്പോഴും ഉണ്ട്. ഇവരോടുള്ള പൊതുജനത്തിലുള്ള പ്രതിപത്തി മൊത്തത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. സമൂഹം ഒന്നടങ്കം ഇതിനെയൊക്കെ എതിർക്കണം. അവരെയൊക്കെ നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരിക തന്നെ വേണം. കുപ്പിയെടുത്തൊക്കെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനൊക്കെ എറിഞ്ഞ് തല പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മ്ലേച്ഛമായ പരിപാടിയാണ്. ഇവർ വയലൻ്റ് ആയെന്ന് പറഞ്ഞാൽ ഇവരെന്തൊക്കെ കാണിക്കാൻ പറ്റുമോ അത് മൊത്തം കാണിച്ചു. ചീത്ത വിളിച്ചു, ഉടുമുണ്ട അഴിച്ചു കളഞ്ഞു, മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തത്. ഞങ്ങൾ വൃത്തികേടുകളാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അടുത്ത കടയിൽ കയറി സോഡാക്കൂപ്പി എടുത്ത് ഒരു സാറിൻ്റെ തലയെ പൊട്ടിച്ചു. സമാധാനത്തെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പം തലയ്ക്കടിച്ച് സാറിപ്പോൾ ആശുപത്രിയിലാണ്. ഇങ്ങനെ ഈ കാക്കി ഇട്ടവരുടെ നേരെ ഇവരിങ്ങനെ വാളും പരിചയമായിട്ട് നിൽക്കുമോ? സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമാണ് ഇവരിവിടെ ഉണ്ടാക്കിയത്. അവർക്ക് നിയമത്തിനൊന്നും ഒരു പേടിയില്ല, അവർക്ക് എന്തും ചെയ്യാന്നുള്ള ഒരു ധൈര്യം അവർക്ക്. അല്ല, ഇതിനെയൊക്കെ നമ്മൾ ശക്തമായി അധികാരികൾ മാത്രമല്ല സമൂഹം ഒന്നടങ്കം ഇതിനെയൊക്കെ എതിർക്കണം. അല്ലെങ്കിൽ ഇതൊരു കീഴ്വഴക്കമായി ആർക്കും എന്തും ആകാം. ഇപ്പം പോലീസുകാരെയല്ല, ഇപ്പം സാധാരണപ്പെട്ടവർ ഇവരെന്തായിരിക്കും ചെയ്യുക? ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിൽ പോലും നിയമത്തെ മുഴുവൻ കയ്യിലെടുക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ ഗതാഗതം മുഴുവൻ തടസ്സപ്പെടുത്തുക, ആളുകളെ മുഴുവൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്യുകയും. പക്ഷെ അവരവരുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഇവർക്ക് എന്ത് അധികാരമാണ്? ആരാണ് ഇങ്ങനെ ഇവർക്ക് അധികാരം കൊടുത്താൽ? വല്ല തിരിച്ചറിവ് ബോധമുണ്ട്? ഇതുപോലുള്ള ജനങ്ങൾ ഒന്നടങ്കം ഇത്തരമുള്ള കാര്യങ്ങൾ ആരുടെ ഭാഗത്തു നിന്നായാലും ഇതിന് ശക്തമായിട്ട് നമ്മൾ എതിർക്കുകയും ഇനി മേലിൽ ഇങ്ങനെ ഒരു കാര്യം ആവർത്തിക്കില്ല എന്ന ഒരു ശക്തമായ താക്കീത് നമ്മൾ കൊടുക്കണം. ഇവരെയൊക്കെ നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരിക തന്നെ വേണം. വളരെ മോശമായ പ്രവൃത്തിയാണ്. ഇവരെ ഇങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആണുങ്ങളുണ്ട്, ഇവിടെ പൊതുജനങ്ങളുണ്ട്, അവർക്കാർക്കും ഒരു കഴിവില്ല, ഞങ്ങളാണ് എല്ലാം വലുതെന്ന് പറഞ്ഞ് അവരിൽ ചിന്തിക്കുന്നത്. ആ ചിന്താഗതി ശരിയല്ലത്. അവർ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ് മാന്യമായിട്ട്. അല്ലാതെ ഇങ്ങനെ രാത്രിയുടെ മറവിൽ പല അനാശാസ്യങ്ങളും ചെയ്ത് ഇവിടെ ജീവിക്കാനാണെങ്കിൽ നടക്കത്തില്ല. കൊട്ടാരക്കര അത് മഹാമോശം എന്ന് വെച്ചാൽ അത് പോലീസുകാരെ കൈയേറ്റം ചെയ്യുക, തുണി പൊക്കി കാണിക്കുക, അതൊക്കെ വളരെ മ്ലേച്ഛമായ കാര്യങ്ങളല്ലേ. യാത്രക്കാരെ തടഞ്ഞു നിർത്തി എന്നിട്ട് വണ്ടിയുടെ മുമ്പിൽ കയറി മുണ്ടഴിച്ചിട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. അവർ ജീവിച്ചോട്ടെ മാന്യമായി, അതല്ലെങ്കിൽ നടക്കത്തില്ല, പൊതുജനം അംഗീകരിക്കത്തില്ല. ഇന്നലെ എന്തൊരു വൃത്തികേടുകളാണ് കാണിച്ചത്. നാടവരെ അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ പലയിടത്തവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അത്തരത്തിലേക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഈ ഭിന്നലിംഗക്കാരെന്ന് പറയുന്നവർക്ക് ഏതെങ്കിലും ഒരു ലിംഗത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷനുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർ ഏറ്റെടുക്കപ്പെടുന്ന ജോലി എന്ന് പറയുന്നത് സെക്സ് വർക്കാണെന്ന് പറയുമ്പോഴും അവരെ ആ ജോലി ചെയ്യുവാൻ വേണ്ടി ആ സാഹചര്യത്തിലേക്ക് നയിക്കുന്നത് സമൂഹം അവരെ ഒറ്റപ്പെടുത്തുന്നതിൻ്റെ കാരണത്താലാണ്. കയ്യേറ്റവും മർദ്ദനവും അല്ലെങ്കിൽ അത്തരത്തിലേക്കൊക്കെ നടക്കുന്ന സംഭവങ്ങൾ തീർത്തും ദൗർഭാഗ്യകരമാണ്. അത്തരം കാര്യങ്ങൾ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. 1 മണിക്കൂർ ഗതാഗതം ഈ ഓയൂർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടുകൊണ്ടിരുന്ന പോലീസ് വാസ്തവത്തിൽ വളരെ സംയമനം പാലിച്ച നല്ല രീതിയിൽ അവർ ഇടപെടുകയും എല്ലാം ചെയ്ത് ആ വനിതാ പോലീസ് വന്നവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ പ്രകോപിതരായി. വാസ്തവത്തിൽ ഇവരെ ഓടിക്കയറി നമ്മൾ ലൈവായിട്ട് കാണാം. അടുത്തുള്ള കടയിൽ കയറി സോഡാക്കുപ്പിയൊക്കെ എടുത്തെറിയുകയും ഇവരെ നഗ്നത പ്രദർശിപ്പിക്കുകയൊക്കെ നമുക്ക് വളരെ അരോചകമായിട്ട് തോന്നുന്ന ഒരു രീതിയാണ് അവർ ചെയ്തത്. അതുവരെ നമുക്ക് അവരോടുണ്ടായിരുന്ന ഒരു താല്പര്യം വാസ്തവത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇത് വനിതാ പോലീസ് വളരെ സംയമനം പാലിച്ചു. അതിൽ ഇവരോടുള്ള പൊതുജനത്തിലുള്ള പ്രതിപത്തി മൊത്തത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇവർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലെല്ലാം കാണിച്ചുകൊണ്ടിരുന്ന അഹമ്മദിക്കെതിരായിട്ട് 1-2 ചാനലുകാരായിട്ടുള്ള ചാനലിലെല്ലാം പറയുകയൊക്കെ ചെയ്തു. പോലീസ് കേസെടുക്കുകയൊക്കെ ചെയ്തു. ഞാൻ അന്വേഷണമാണ്. നമ്മൾ ഒറ്റയ്ക്ക് കുട്ടിയെ കൊണ്ടുവിട്ടിട്ട് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ട് ബസ് കയറ്റിവിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവർ കൈയടിച്ചിട്ട് കൈ നീട്ടുമോ? നമ്മളെ വിരട്ടി കാശ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്ന രീതിയിൽ അതിപ്പോഴും ഉണ്ട്. ഇപ്പം സമരം ചെയ്യുന്ന രീതി ഇതല്ല. പോലീസ് ഉദ്യോഗസ്ഥരെയൊന്നും അങ്ങനെ മാരകമായി ഉപദ്രവിക്കാൻ പാടില്ല. കുപ്പിയെടുത്തൊക്കെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനൊക്കെ എറിഞ്ഞ് തല പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ മ്ലേച്ഛമായ പരിപാടിയാണ്. അതൊന്നും നമുക്ക് അനുകൂലിക്കാൻ ഒക്കത്തില്ല ഒരിക്കലും. മാന്യമായി സമരം ചെയ്യാം. ഈ സമരത്തിനൊന്നും നമ്മൾ അനുകൂലിക്കുന്നില്ല. ഞങ്ങളെ ആരും ഒന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു ധൈര്യത്തിലാണ് അവർ അത്രയും ചെയ്തത്. ഇല്ലെങ്കിൽ ഇത്രയും പബ്ലിക്ക് നോക്കി നിൽക്കെ പരസ്യമായിട്ട് ഭീകരാന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ച് കുപ്പി പറക്കി എറിയുക, പോലീസ് വനിതാ ഉദ്യോഗസ്ഥരെ ലാത്തി പിടിച്ചു പറിച്ച് തിരിച്ചടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതും അംഗീകരിക്കാൻ ഒക്കത്തില്ല. ഇതൊക്കെ കണ്ട് അക്രമാസക്തരായ ജനങ്ങൾ നാളെ തിരിച്ച് ഇതുപോലെ മറ്റു ജനങ്ങൾ ഇതുപോലെ ആയാൽ പിന്നെ പോലീസുകാരെന്ത് ചെയ്യും? അത് 2 കൂട്ടരുടെയും ഭാഗത്ത് അനാസ്ഥകളുണ്ടാകാം. ഒരു കൂട്ടരെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിന് ന്യായീകരണം ഉണ്ടാകും, മറ്റവരുടെ ഭാഗത്തുനിന്ന് അവർക്ക് ന്യായീകരണം ഉണ്ടാകും. ഞങ്ങൾ കാലങ്ങൾ കൊണ്ട് ഇവിടെ കിടന്ന് വണ്ടി ഓടുന്നവരാണ്. ഇന്ന് പോലീസുകാരില്ലെങ്കിൽ നമുക്ക് ഇവിടെ സംരക്ഷണമില്ല. അവരുടെ സംരക്ഷണത്തിലാണ് ഞങ്ങളിവിടെ ഓടുന്നത്. നമ്മുടെ ജീവനും സ്വത്തിനുമൊക്കെ സംരക്ഷണം നൽകുന്ന പോലീസുകാരെ ആക്രമിക്കുക എന്ന് പറയുമ്പം ഉണ്ടാകാൻ പാടില്ല. കാര്യം അവർ നിർവീര്യമായ പിന്നെ നമ്മുടെ നാടേ പോയി. അവരുടെ ഒറ്റ ബലത്തിലാണ് നമ്മുടെ നാടിൻ്റെ പിടിച്ചു നിൽക്കുന്നത്. പോലീസ് ഇല്ലെങ്കിൽ ഇവിടെ ഏതെല്ലാം രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് അറിയാമോ? സമൂഹത്തിൽ അവർ വളരെ പ്രശ്നമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ വൈഫ് സാധാരണ 2 മണിക്കൂർ മുമ്പേ വീട്ടിൽ വരുന്നത്. ഇന്നലെ മൊത്തത്തിൽ ഈ കൊട്ടാരക്കര മൊത്തം ഇവിടെ കിടന്നത് കൊണ്ട്
നമുക്ക് എത്ര പേർക്ക് പ്രശ്നമുണ്ടായി, മൊത്തത്തിൽ ബുദ്ധിമുട്ടുണ്ടായി. ഓഫീസിലൊക്കെ ഒന്നും ഒരൊറ്റ ആൾ വന്നില്ല ഇന്നലെ. ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അത് ഒരു ആവശ്യമുള്ള കാര്യമായിരുന്നില്ല. അതിന് അവർ പോലീസ് നടപടിയെടുത്തു. അവരെ കയറി സോഡ കുപ്പി വെച്ച് എറിഞ്ഞ് പൊട്ടിച്ചു, തലയൊക്കെ പൊട്ടിച്ചു. ഞാനിവിടെ ഇല്ലായിരുന്നു, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയാനും വയ്യ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ഇന്ന് വൈകിട്ടാണ് വരുന്നത്. അവർ കാണിച്ചില്ല, ഇച്ചിരി അതിക്രമമായി പോയി. പോലീസുകാരെ കൈവെക്കുക എന്ന് പറയുന്നത് തെറ്റായിപ്പോയി. അത് ചെയ്യാൻ പാടില്ല.